ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ വലിയൊരു പ്രതീക്ഷയാണ് വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന കൗമാരതാരം. IPL വളരെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ വന്ന് കളിച്ച് സെഞ്ചുറി നേടി എല്ലാവരുടെയും കയ്യടി നേടുകയും കുറച്ച് മത്സരങ്ങൾ കൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസിന്റെ പ്രധാന ഓപ്പണറായി, ഫസ്റ്റ് ചോയ്സ് ഓപ്പണറായി മാറുകയൊക്കെ ചെയ്ത വൈഭവ് സൂര്യവംശി തുടർച്ചയായി വെടിക്കെട്ട് പ്രകടനങ്ങൾ കൊണ്ട് ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിക്കുകയാണ്. ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന വിജയ് ഹസാര ട്രോഫിയുടെ പ്ലേറ്റ് ഇതിനകത്ത് ടയറിൽ അരുണാചൽ പ്രദേശിനെതിരെ 82 പന്തിൽ 190 റണ്ണ് നേടിയിട്ടാണ് വൈഭവ് കയ്യടി നേടുന്നത്. 36 പന്തിൽ സെഞ്ചുറി നേടിയ വൈഭവ് ഒരുപാട് റെക്കോർഡുകൾ, ABD വില്ലിയേഴ്സിന്റെ ഉൾപ്പെടെ ഉള്ള ഒരുപാട് റെക്കോർഡുകൾ തകർത്തിട്ടുണ്ട്. ഈ കയ്യടിയൊക്കെ നേടുന്ന സമയത്തും അടുത്തിടെ സമാപിച്ച അണ്ടർ-19 ഏഷ്യ കപ്പിന്റെ ഏഷ്യ കപ്പിലെ വൈഭവിന്റെ പ്രകടനം, ഫൈനലില് ഉൾപ്പെടെ വൈഭവിന്റെ പ്രകടനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ UAE-ക്കെതിരെ 171, പാകിസ്ഥാനെതിരെ 5, മലേഷ്യക്കെതിരെ 50, ശ്രീലങ്കയ്ക്കെതിരെ 9, പാകിസ്ഥാനെതിരെ 10 ബോളിൽ 26. ആദ്യ മത്സരത്തിൽ 95 ബോളിലാണ് 171. എപ്പോഴും 200 മുകളിലോ അല്ലെങ്കിൽ 200-നേക്കാൾ താഴെ, 200-ന് അടുത്തോ ഉള്ള സ്ട്രൈക്ക് റേറ്റിൽ, ഒരു പക്ഷെ 300-ന്റെ അത്രയും സ്ട്രൈക്ക് റേറ്റിൽ, 300-നടുത്ത സ്ട്രൈക്ക് റേറ്റിൽ വൈഭവ് ബാറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അതോടൊപ്പം വൈഭവിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെയധികം റിസ്ക് ഉള്ള ഒരു ഗെയിമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ അണ്ടർ-19 ഏഷ്യ കപ്പ് കഴിഞ്ഞ സമയത്തൊക്കെ നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് അതിന് താഴെ വന്ന കമന്റുകൾ പലതും വൈഭവിന്റെ ഒരു കണ്ണുമൂക്കില്ലാത്ത കാടനടിയാണ്. അതുപോലെ തന്നെ ഒരു രസകരമായിട്ടുള്ള ഒരു നിരീക്ഷണം കണ്ടത്, വൈഭവിന് ഒരു ഒറ്റ ഗിയറേ ഉള്ളൂ, അത് തന്നെയാണ് ആ വണ്ടിയുടെ പ്രശ്നം എന്നുള്ളത്. ആ ഗിയർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും എന്നുള്ള ഒരു ഇത്. എന്താണ് ശരിക്കും വൈഭവിന്റെ ഒരു കരിയറിനെ കുറിച്ചിട്ട് തോന്നുന്നത്? തീർച്ചയായും നമ്മളിപ്പോൾ പറഞ്ഞു തുടങ്ങിയാൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു യുവതാരം, ഒരു കൗമാരതാരം എന്നല്ല ഒരു യുവതാരം തന്നെ പറയാൻ വേണ്ടി പറ്റും. ദേശീയ ടീമിൽ, സീനിയർ ടീമിൽ എപ്പോഴാണ് അരങ്ങേറ്റം കുറിക്കുന്നത് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഈ പ്രകടനം, സ്ഥിരത എന്നൊരു വാക്കുണ്ട്, അത് പിന്നെ വൈഭവിനോളം വരുമ്പോൾ എത്രത്തോളം പ്രധാനമാണെന്ന് നോക്കണം. പക്ഷെ അത് T20 ക്രിക്കറ്റ് ഫോർമാറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് സ്ഥിരതയ്ക്ക് അധികം വലിയ സ്കോപ്പ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതിപ്പോൾ സീനിയേഴ്സ് ആയാലും ഈ ജൂനിയർ ക്രിക്കറ്റ് ആയാലും ഏതായാലും T20 അടി തന്നെയാണ്. അതിപ്പോൾ സ്ട്രൈക്ക് റേറ്റ് 200 മുകളിലാണ്, ഇപ്പോൾ പറഞ്ഞാൽ 300 ആണെങ്കിൽ അത്രയും നല്ലതെന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ ഗിയർ ചേഞ്ച് ചെയ്യേണ്ട ചില ഘട്ടങ്ങളുണ്ടാകും. ആ സമയത്ത് ഗിയർ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ അത് വലിയ പണി കിട്ടും. T20 ക്രിക്കറ്റിനെ മാറ്റി നിർത്തിയാൽ തന്നെ യൂത്ത് ടെസ്റ്റിലായാലും പിന്നെ വൈഭവിൻ്റെ പ്രകടനം നമ്മൾ കണ്ടിട്ടുണ്ട്. മികച്ച രീതിയിൽ പ്രകടനമുണ്ട്, സെഞ്ചുറികൾ വരുന്നുണ്ട്, നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പോൾ സൈഫ് പറഞ്ഞാൽ ഏഷ്യ കപ്പിലേക്ക് വരുമ്പോഴേക്ക് ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയാണ് പിന്നെ താരം നേടിയത്. അത് പറഞ്ഞാൽ സ്ട്രൈക്ക് റേറ്റ് നന്നായിട്ടുണ്ട്. പക്ഷേ 3 മത്സരങ്ങളിൽ മാത്രമേ അദ്ദേഹം 10-ൽ കൂടുതൽ പന്ത് നേടിയിട്ടുള്ളൂ, 10 അതിലധികം പന്ത് നേടിയിട്ടുള്ളൂ. ആ 10-ൽ കൂടുതൽ പന്ത് നേരിട്ട 2 മത്സരത്തിലാണ് ഒന്ന് സെഞ്ചുറിയും ഒന്ന് അർദ്ധ സെഞ്ചുറിയും വന്നത്. 10 പന്ത് നേരിട്ട ഫൈനലാണ് 26 റൺസ് വന്നത്. ബാക്കി 2 മത്സരങ്ങളിലും 10 പന്ത് നേടാൻ വേണ്ടി പറ്റുന്നില്ല. അതിൽ തന്നെ താരത്തിൻ്റെ ഒരു ഇത്, ക്രീസിൽ നിന്നാൽ റൺ ഉണ്ടാവും. അത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഒരു ഈ പറഞ്ഞ കാടനടി എന്നുള്ളത് വരുന്നു അവിടെ തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഈ ബോൾ നോക്കി കളിക്കുക എന്നുള്ളത്, അത് പിന്നെ ബോൾ നോക്കി കളിക്കുക എന്നുള്ളത് ഇപ്പം അത് എത്രത്തോളം വരുന്നില്ല. കുട്ടി ക്രിക്കറ്റിൽ നമുക്കറിയില്ല, പക്ഷേ ബോൾ നോക്കി കളിക്കേണ്ട സാഹചര്യമുണ്ട്. ഇപ്പം ഏഷ്യ കപ്പിൽ നമുക്ക് പറയുമ്പോൾ തന്നെ അത് ബോൾ നോക്കി കളിക്കേണ്ട ടൂർണമെൻ്റ് ആണെന്ന് തന്നെ പറയാം. ബോൾ നോക്കി കളിക്കണമായിരുന്നു. ഒന്ന് ഫൈനലാണ് ഈ 10 പന്തിൽ 26 എടുത്തത്. വൈഭവിനെ ആശ്രയിച്ചായിരുന്നു ആ യൂത്ത് ടീമിൻ്റെ, ഈ അണ്ടർ-19 ടീമിൻ്റെ പ്രകടനം മൊത്തം നിൽക്കുന്നത് പരമ്പരയിൽ. വൈഭവ് മാത്രമല്ല, മറ്റേ നമ്മൾ പറഞ്ഞ മലയാളി താരം ഉൾപ്പെടെയുള്ള താരങ്ങൾ, നമുക്ക് നിരവധി താരങ്ങളുണ്ട്. പക്ഷേ വൈഭവ് നിൽക്കുന്ന തുടക്കം ഓപ്പണറാണ്. ആ പൊസിഷൻ നമുക്കറിയില്ല. ഓപ്പണർ നിൽക്കുന്ന തുടക്കം ഒരു 300 മുകളിലുള്ള റണ്ണ് ചേസ് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് അല്ലെങ്കിൽ പവർ പ്ലേയിൽ വരുന്ന റൺസിൻ്റെ ഒരു ഇതുണ്ട്. അത് ആശ്രയിച്ചാണ് ടീമിൻ്റെ പിന്നെ ടോട്ടൽ ചേസിങ് ആയാലും ടീം ബിൽഡ് ചെയ്ത് പോകുന്നത്. പക്ഷേ ഇവിടെയാണ് വൈഭവിന് പിഴച്ചു. ആ പിഴവിന് പിന്നാലെയായിരുന്നു ഇതിൻ്റെ കൂടാരം കയറിയത്. പിന്നെ 350 മുകളിൽ റൺ സ്കോർ ചെയ്തിട്ട് 190 റൺസിൻ്റെ പരാജയമാണ് ഇത് നേടിയത്. അപ്പം വൈഭവിൽ നിന്ന് ഇന്ത്യ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്, ഒരു താരത്തെ കൂടുതൽ പ്രതീക്ഷിക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ എങ്കിൽ കൂടി വൈഭവിന് ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റാൻ വരുന്നുണ്ടെന്ന് അറിയില്ല. താരത്തിന് ഇപ്പോൾ സൈഫ് പറഞ്ഞ ഒറ്റ ഗിയറേ ഉള്ളൂ, ഒറ്റ മൈൻഡാണ്, അടി മാത്രമേ ഉള്ളൂ. അപ്പം ഒന്ന് പിന്നെ ഡിഫെൻഡ് ചെയ്ത് കളിക്കേണ്ട അല്ലെങ്കിൽ നോക്കി കളിക്കേണ്ട സമയത്തോ അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ അത് അധികം നാൾ നീണ്ടു നിൽക്കുന്ന ഒരു കരിയർ ആകുമോ എന്ന സംശയം ചിലപ്പം ഉയർന്നേക്കും. കാരണം കളി മനസ്സിലാക്കി അല്ലെങ്കിൽ പിച്ചിനെറിഞ്ഞ് കളിക്കുക എന്നുള്ളൊരു ധർമ്മം കൂടി എന്തായാലും താരത്തിന് വേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇത് ഒരു ബാറ്റർ അല്ലെങ്കിൽ ഒരു T20 ഒരു ക്രിക്കറ്റ് താരം ഏറ്റവും അതിന്റെ പൂർണ്ണമായ അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ ഒരു ബാറ്ററെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള ഒരു സമീപനം വേണം. അതോടൊപ്പം തന്നെ ടെക്നിക്കലി വളരെ സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളത്. ഈ വൈഭവിന്റെ കാര്യത്തിൽ അഗ്രസീവ് ആയിട്ടുള്ള സമീപനത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വൈഭവിന് ഒന്നിനും പേടിയില്ല, ഒന്നിനും ഭയക്കുന്നില്ല, മുന്നിൽ ആരാണെന്ന് നോക്കുന്നില്ല.
അതായത് ഒരു എന്താണ് ലക്ഷ്യം, ആ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. സിക്സ് അടിക്കുക എന്ന ലക്ഷ്യം മാത്രമേ. അതെ അതെ അതെ, അതാണ് വൈഭവിനെ സംബന്ധിച്ച് ഇത് ചെയ്യുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ടെക്നിക്കലി ഇപ്പൊ ഗ്രിപ്പ് ചെയ്യുന്ന കാര്യത്തിൽ, ഫുട് വർക്കിന്റെ കാര്യത്തിൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ കുറെ ടെക്നിക്കലി ഉള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഒരു ക്രിക്കറ്റിലെ ഒരു മത്സരത്തിന്റെ സാഹചര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ച് മെച്യൂർഡ് ആയിട്ട് കളിക്കുക. അപ്പൊ പാകിസ്ഥാനെതിരെയുള്ള 348 റണ്ണ് ഒരു പക്ഷേ ഇന്ത്യക്ക് ചേസ് ചെയ്യാമായിരുന്നു. എങ്ങനെയാണ് തുടക്കത്തിൽ തന്നെ വെടിക്കെട്ട് നോക്കാതെ, കാരണം 50 ഓവർ കിടക്കുന്ന ഒരു മത്സരമാണ്. മാത്രമല്ല ആ ടൂർണമെന്റിനകത്ത് 2 തവണ 400-ലധികം എതിരാളികള് അത്ര കരുത്തരല്ലെങ്കിൽ പോലും 2 തവണ 400-ലധികം റണ്ണ് നേടിയ താരങ്ങളാണ്. ആ ബാറ്റിംഗ് നിര നോക്കിക്കഴിഞ്ഞാൽ കനിഷ്ക് ചൗഹാൻ വരെയുള്ള താരങ്ങൾ നല്ല വെടിക്കെട്ട് രീതിയിൽ ബാറ്റിംഗ് ചെയ്യുന്ന ഒരു നിരയുണ്ട്. ആ നിരക്കൊരു മികച്ച തുടക്കം നൽകാൻ മാത്രം വൈഭവിന് കഴിഞ്ഞാൽ മതിയായിരുന്നു. വൈഭവ് ആണെങ്കിൽ ഇപ്പൊ ആയുഷ് മാത്രയുടെ കാര്യം അതിനും പ്രശ്നമാണ്. ആയുഷ് മാത്ര തീർച്ചയായിട്ടും ഫോം ഔട്ട് ആണ് നിൽക്കുന്നത്. പക്ഷെ വൈഭവിനെ സംബന്ധിച്ച് നമുക്കറിയാം പലപ്പോഴും ലോങ് ആയിട്ടുള്ള 170, 160 ഈ ഒരു രീതിയിലേക്ക് റൺ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മറ്റേ ബീഹാറിന് വേണ്ടിയിട്ട് അടിച്ചിട്ടുള്ള 190 ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന താരത്തെ സംബന്ധിച്ച് ഒരു കുറച്ച് ഗിയർ, അതായത് ഈ പറയുന്ന പോലെ ഒരു ഗിയറുകൾ വേണ്ട, അധികം ഗിയറുകളൊന്നും വേണ്ട, ഒരു 2-3 ഗിയറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ. 2 ഗിയർ എന്തായാലും വേണം. ഒന്ന് നോക്കി കളിക്കുക, പിച്ചറിഞ്ഞ് കളിക്കുക, അല്ലെങ്കിൽ ആ ഒരു പിന്നെ എന്താണ് സാഹചര്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മൈൻഡ് വേണം. അതെ, അങ്ങനെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഗെയിം അവയർനെസ് ഉണ്ടാവണം. ആ ഗെയിം എന്താണ് എന്നുള്ളത്. ഇത് ഒരൊറ്റ വെടിക്കെട്ട് എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ മാറി വരും. ഒരു 14 നമ്മൾ ഈ പറഞ്ഞ 15 വയസ്സ് ഇപ്പം പറയാം, 15-ാം വയസ്സിലേക്ക് പോകുന്ന ഒരു കൗമാരക്കാരനാണ്. അപ്പൊ അതിനുള്ള പരിശീലനം നമുക്ക് എന്തായാലും ലഭിക്കുന്നു പ്രതീക്ഷിക്കാം. കാരണം ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക്, ദേശീയ ടീമിലേക്ക് എത്തുമ്പോഴേക്ക് ടീമിൽ മുതൽക്കൂട്ടാവാൻ വേണ്ടി പറ്റും. പക്ഷെ അപ്പോഴേക്ക് അഗ്രഷൻ പോയി കഴിഞ്ഞാൽ വൈഭവിനെ പിന്നെ നമുക്ക് ടീമിന് ആവശ്യമില്ലാത്ത രീതിയോ. അല്ല, ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ T20 എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിന് വേണ്ടി മാത്രമായിട്ട് താരങ്ങൾ വളർന്നു വരുന്ന ഒരു കാലം കൂടിയാണ് ഇത് എന്നുള്ളത്. അതും കൂടിയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അതിന് ഉദാഹരണമായിട്ട് നമ്മൾ ഇത് പറയാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ചെന്നൈ കഴിഞ്ഞ ദിവസം ഒരു രസകരമായിട്ടുള്ളൊരു വാർത്ത എന്ന് പറയാൻ പറ്റില്ല, താരത്തിന്റെ തന്നെ വെളിപ്പെടുത്തലാണ്. കാർത്തിക് ശർമ്മ ചെന്നൈയിലെത്തിയിട്ടുള്ള താരമാണ്. ചെന്നൈയിൽ ഈ 19-ാമത്തെ വയസ്സിൽ 14.2 കോടിക്ക് റെക്കോർഡ് പ്രതിഫലത്തിന് ചെന്നൈയിലെത്തിയ കാർത്തിക് ശർമ്മ കഴിഞ്ഞ ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞൊരു വളരെ രസകരമായിട്ടൊരു കാര്യമുണ്ട്. ഇങ്ങനെ അഗ്രസീവായിട്ട് ഈ പന്തുകളും സിക്സ് അടിക്കുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് അങ്ങനെ ഇത് മാറി എന്നുള്ളത്. അപ്പൊ അതിനകത്ത് പറയുന്നത്, ഈ താരം പരിശീലനം നടത്തുന്ന പകൽ സമയങ്ങളിൽ കോച്ച് വളരെ ടെക്നിക്കലി ഉള്ള കാര്യങ്ങളും എങ്ങനെ ഡിഫെൻസ് ചെയ്യണം, എങ്ങനെയാണ് ആ രീതിയിൽ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് കാർത്തിക് ശർമ്മ ഈ പകൽ സമയങ്ങളിൽ ഈ പരിശീലനം കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തി കഴിഞ്ഞാൽ വീട്ടിൽ അച്ഛന്റെ വക ഒരു പരിശീലനം ഉണ്ട്. അച്ഛൻ പറയുന്ന എല്ലാം വന്ന് സിക്സ് അടിക്കണം. അച്ഛന് സിക്സുകൾ കാണാൻ ഇഷ്ടമാണ്. അപ്പൊ ആ സിക്സുകൾ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എല്ലാ പന്തുകളും സിക്സ് അടിപ്പിക്കണം. അപ്പൊ അത് സിക്സ് അടിച്ചാൽ മാത്രം പോരാ, സ്റ്റേഡിയത്തിന് പുറത്തേക്ക് പോകുന്ന തരത്തിലുള്ള സിക്സ് അടിക്കണം എന്നുള്ളതാണ്. അത് മാത്രല്ല, സിക്സ് അടിച്ചില്ലെങ്കിൽ നിനക്ക് തല്ല് കിട്ടുന്ന പറയുന്നത്. അപ്പൊ അങ്ങനെ പക്ഷെ ഈ കാർത്തിക് ശർമ്മ ഇത് വളരെ പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പകൽ സമയങ്ങളിൽ ഈ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യവും പഠിച്ച് അതുപോലെ തന്നെ ഈ പറയുന്ന പോലത്തെ അഗ്രസീവ് ആയിട്ടുള്ള ഇതും പഠിപ്പിച്ചു. അപ്പൊ രണ്ടും കൂടിയിട്ട് അത് ശരിയാണ്. അപ്പൊ വൈഭവിന്റെ ഒക്കെ ചെറുപ്പകാലത്ത് നമുക്ക് ഇവർ പറയുന്നുണ്ട് ബാറ്റ് അടിച്ചു പൊട്ടിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന കഥകളും ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരുപക്ഷെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ സിക്സുകൾ കാണാനായിരിക്കും, വെടിക്കെട്ട് കാണാനായിരിക്കും, അല്ലെങ്കിൽ ആ രീതിയിൽ ഇത് മുമ്പേ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാം, ബോളിംഗ് കൂടി കാണാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളിത് മുന്നേ പലപ്പോഴായിട്ട് ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വൈഭവിന്റെ ഈ പറയുന്ന പോലത്തെ ഒരു പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അതായത് ഒരൊറ്റ മൈൻഡാണ്, എങ്ങനെയെങ്കിലും റണ്ണടിച്ചു കൂട്ടുക. അത് മാത്രമല്ല, ഈ വലിയ ഇന്നിങ്സുകളിൽ പലതും വരുന്നത് ദുർബലരായ എതിരാണ്. ഇപ്പൊ ഞാൻ IPL കാര്യമല്ല പറയുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ UAE-ക്കെതിരെ, മലേഷ്യക്കെതിരെ, ഈ അരുണാചൽ ഒരു ഡൊമസ്റ്റിക് ക്വാളിറ്റി ഉള്ള ഒരു ടീം പോലും അല്ല. ലൈറ്റ് ഇതിനകത്താണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എലൈറ്റ് ഇതിനകത്തല്ല ബീഹാറും അരുണാചലും കളിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ടീം മാത്രമല്ല, ഇപ്പൊ പറയുമ്പോൾ ഇത് കളിച്ച മുകേഷ് പറയുമ്പോൾ സെഞ്ചുറി അടിച്ചത് ഇപ്പം പറഞ്ഞു, സൈഫ് പറഞ്ഞു ചെറിയ ടീമുകളാണെന്ന്.
അത് ഇപ്പൊ അല്ല, ഞാൻ ചെറിയ ടീമുകളാണെന്ന് പറയില്ല, കാരണം ഇത് കമന്റ് വരാൻ സാധ്യതയുണ്ട്. ആ മത്സരത്തിൽ അടിച്ചില്ലേ, ഈ മത്സരത്തിൽ അടിച്ചില്ലേ, മറ്റേ അതായത് ഇംഗ്ലണ്ടിനെതിരെ യൂത്ത് അവിടെ കളിച്ചില്ലേ, ഓസ്ട്രേലിയക്കെതിരെയുള്ള യൂത്ത് ടെസ്റ്റിൽ കളിച്ചില്ല, അങ്ങനെയൊക്കെ കമന്റുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനത് ഇപ്പൊ തന്നെ തിരുത്താണ്. ഞാൻ ഉദ്ദേശം അങ്ങനെയല്ല. പക്ഷെ കൂടുതൽ ഈ ലോങ് ഇന്നിങ്സുകൾ വരുന്നത്, ഇപ്പൊ ഏഷ്യ കപ്പ് തന്നെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പാകിസ്ഥാനെതിരെയുള്ള ആദ്യ മത്സരത്തിൽ 5 റണ്ണേ ഉള്ളൂ, ശ്രീലങ്കയ്ക്കെതിരെയുള്ള മത്സരത്തിൽ 9 റണ്ണേ ഉള്ളൂ, മലേഷ്യക്കെതിരെയാണ് 15 വന്നിട്ടുള്ളത്, UAE-ക്കെതിരെയാണ് 170 വന്നിട്ടുള്ളത്. ഞാൻ പറയുന്നത് മറ്റൊന്നാണ്. ഇപ്പം അതായത് ഇപ്പൊ UAE ആയിക്കോട്ടെ, മലേഷ്യ ആയിക്കോട്ടെ, ഫൈനലിൽ വരുന്നൊരു ടീം അത് ഫൈനലാണ്, ഏഷ്യ കപ്പിന്റെ പോലത്തെ ടൂർണമെന്റിന്റെ പ്രധാന ടൂർണമെന്റ് ഫൈനലാണ് വരുന്നത്. അപ്പം എതിരാളികൾ ആരായാലും തന്നെ ഈ ഒരു വലിയ ടോട്ടൽ അല്ലെങ്കിൽ ചെറിയ ടോട്ടൽ ആയാലും ഒന്ന് കരുതി കളിക്കുക എന്നുള്ളത് ഫൈനൽ പോലും നിർണായക മത്സരങ്ങളിലെങ്കിലും ആ ഒരു മൈൻഡ് സെറ്റ് വേണം. എല്ലാ പന്തും അടിച്ച് റൺ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഈ ഏകദിന ഫോർമാറ്റിൽ നടക്കുന്ന മത്സരത്തിലെല്ലാം വരുമ്പോൾ ഫൈനലാണെന്നുള്ളൊരു ഒരു അങ്ങനെ എല്ലാ മത്സരവും നോക്കി കളിക്കണം എന്നുള്ളത് നമ്മൾ പറയാം. നമ്മൾ ഇപ്പോൾ നമുക്ക് ഓൺലൈൻ കോച്ചുമാരൊക്കെ പറയുന്ന പ്രശ്നം വരും. പക്ഷേ ഞാൻ പറഞ്ഞതല്ല, ഒരു സാഹചര്യത്തെ മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് ഒരു ചേഞ്ച് ചെയ്യാനും പറ്റുന്ന ഒരു രീതിയിലേക്ക് താരം വളർന്നേ പറ്റൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വരുന്നു, അടിക്കുന്നു, പോകുന്നു, നിന്ന് പോയാൽ സിക്സറോട് പെരുമാറാണ്. ഇന്നിപ്പോൾ 16 4ഉം 15 6 അടിച്ചിട്ടുണ്ട് അരുണാചലിനെതിരെ. അപ്പോൾ നിന്നാൽ 6ന്റെ പെരുമാറ കാണാം, ഇല്ലെങ്കിൽ അങ്ങ് വിക്കറ്റ് കയറി പോകുന്ന അത് നമുക്കൊരു ലോട്ടറി ഇതായി പോകും. ഒരു പ്രധാനപ്പെട്ട സ്ലോട്ടിലേക്ക് വരുമ്പോൾ ദേശീയ ടീമിനെക്കായും കൂടി അല്ലെങ്കിൽ IPL 1ാം നമ്പറിൽ 2ാം നമ്പറിൽ ബാറ്റ് ചെയ്യുന്നു, ഓപ്പണിംഗിൽ ബാറ്റ് ചെയ്യുന്ന ഒരു താരം അതൊരു ലോട്ടറി, ഒരു നമ്പർ 10 പേരെ വെച്ച് കളിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുമ്പോൾ അതും റിസ്ക് ആണ്, ടീമിന് മൊത്തം വരുന്ന റിസ്ക് ആണ്. കാരണം ഒരു ആവറേജ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അതിന് തൊട്ട് പിന്നെ അടിച്ച് കയറുന്ന സന്തോഷമാണ്, അങ്ങനെ വേണം. പക്ഷെ എങ്കിൽ കൂടി ഒരു ആവറേജ് താരത്തിന് ഒന്ന് ബോളും ഗ്രൗണ്ടും പിച്ചും മനസ്സിലാക്കാൻ വേണ്ടി നിന്നിട്ടൊന്ന് കളിക്കേണ്ട രീതിയിലേക്ക് മാറുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇപ്പൊ വൈഭവിന്റെ കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രിപ്പ്, ബാറ്റ് പിടിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ശൈലിയെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഒരിക്കലും ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ശൈലിനെ അല്ലെങ്കിൽ ടെക്നിക്കലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ശൈലിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ രീതിയിലുള്ള ഫുട് വർക്കാണ് വരുന്നത് വൈഭവിന്റെ ഭാഗത്ത്. അതെ അതെ, ആ ഒരു അർത്ഥത്തില് അങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഇത് ഇങ്ങനെ വരുമ്പോ റൺസ് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഏത് സമയത്ത് വേണമെങ്കിലും പറയുന്ന പോലെ വിക്കറ്റ്, പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ വിക്കറ്റ് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ വൈഭവിനെതിരെ ഈ പറയുന്ന പോലെ സ്ഥിരത, അങ്ങനെയുള്ള തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് ഭാവിയിൽ. ഇപ്പൊ അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ യുവതാരങ്ങൾ വളരെ വെടിക്കെട്ട് വലിയ രീതിയിലുള്ള ബാറ്റിംഗും പ്രകടനവും എല്ലാം കാഴ്ചവെക്കുകയും പക്ഷെ പിന്നീട് കരിയറിന്റെ പകുതിയോടും അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് എക്സാമ്പിളുകളുണ്ട്. ഇപ്പൊ പ്രതീക്ഷയെ പോലുള്ള താരങ്ങളും അങ്ങനെ ഒരുപാട് എക്സാമ്പിളുകൾ. അണ്ടർ 19 ടീമിന് ക്യാപ്റ്റന്മാരായിരുന്ന നിരവധി താരങ്ങൾ ഇങ്ങനെ വന്നിട്ട് പോയിട്ടുണ്ട്, ഇവിടെ എത്താണ്ട് പോയിട്ടുണ്ട്. ഇപ്പൊ പ്രതീക്ഷയുടെ കേസ് പറഞ്ഞു, പ്രതീക്ഷ തിരിച്ചുവരവിന്റെ ഒരു പാതയിലാണെന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ വീണ്ടും അദ്ദേഹത്തിന് അങ്ങനെ വലിയ വാർത്തകൾ കാണാണ്ടായിപ്പോയി. ഇപ്പം നമുക്കൊരു ഉന്മുഖ് ചന്ദ്രനെ പോലെ താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇതിന്റെ ഫോർവേഡായിട്ട് പുറത്തു പോയ താരങ്ങളുണ്ട്. സർഫറാസ് ഖാൻ ഇപ്പം വീണ്ടും തിരിച്ചു വരുന്നുണ്ട്, അതൊരു പോരാളിനെ പോലെ തന്നെ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ നിരവധി താരങ്ങളുണ്ട്. പക്ഷെ വൈഭവിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ക്വാളിറ്റി പവർ ഹിറ്റിംഗ് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. പവർ കൊണ്ട 6 ആണ്. അതെ, പവർ ഹിറ്റിംഗ് മാത്രമല്ല, നമുക്ക് ഇപ്പോ ഒരു മത്സരത്തിന്റെ ഏത് ഘട്ടത്തിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ പോലും അടിച്ചു കളിക്കാം. നമ്മളത് മുൻപ് പല താരങ്ങളിലും കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ ആ ഒരു തരത്തിലുള്ള ഒരു കൺട്രോള് വൈഭവിന്റെ കാര്യത്തിൽ കാണുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. പക്ഷെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് വളരെ വ്യക്തമായിട്ട് താരത്തിന്റെ ഈ പറയുന്ന പോലെ തന്നെ മെച്യൂരിറ്റിയും കാര്യങ്ങളും, നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 15 വയസ്സായിട്ടുള്ള ഒരു താരത്തെ കുറിച്ചിട്ടാണ് എന്നുള്ളത് ഓർക്കണം. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ആ ഒരു അർത്ഥത്തില് ടെക്നിക്കലി ഒക്കെ വൈഭവ് കാര്യങ്ങളെ ഉൾക്കൊള്ളാനും നമ്മളല്ല, ക്രിക്കറ്റ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ തന്നെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ട് വൈഭവിനെ വളരെയധികം മാറ്റങ്ങൾ അതെ അതെ തീർച്ചയായിട്ടും വേറെ ഏത് ഒരു 15 വയസ്സായ താരമാണ് ഈ രീതിയിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ചർച്ച ചെയ്യപ്പെടുന്നത്? അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പൊ സച്ചിനൊക്കെ ആ രീതിയിൽ നേരത്തെ തന്നെ ക്രിക്കറ്റിലേക്ക് വന്നിട്ടുള്ള താരമാണ്. പക്ഷെ എന്നാൽ പോലും വൈഭവ് ഈ 14-ാം വയസ്സിൽ IPL നമ്മൾ കണ്ടതാണ്, ഗുജറാത്തിനെതിരെ എടുത്ത ഒരു ബാറ്റിംഗ് പ്രകടനം. അതായത് സഞ്ജു സാംസൺ പരിക്കേറ്റ് പോയ സമയത്താണ് വൈഭവിന് കളിക്കാൻ അവസരങ്ങൾ കിട്ടുന്നത്. ആ സഞ്ജു തിരിച്ചു വരുമ്പോ വൈഭവ് ആ കസേരയും പിടിച്ചിട്ട് ഇരിക്കുന്നതാണ് കാണുന്നത്. അതെ അതെ, ഓപ്പണിംഗ് സ്ലോട്ട് മാറിക്കൊടുക്കേണ്ട സഞ്ജു ആരാണ്? ഇന്ത്യൻ T20 ടീമിലെ ഓപ്പണറാണ്. ഇന്ത്യൻ T20 ടീമിലെ ഓപ്പണർ ആയിട്ടുള്ള സഞ്ജു രാജസ്ഥാന്റെ ക്യാപ്റ്റൻ കൂടിയാണല്ലോ. അതെ, ക്യാപ്റ്റൻ കൂടിയാണ്. അപ്പൊ ആ സഞ്ജുവിനെ വരെ സ്ഥാനം തന്റെ ഓർഡർ, ബാറ്റിംഗ് ഓർഡർ പൊസിഷൻ മാറ്റേണ്ടി വന്നു എന്നുണ്ടെങ്കിൽ വൈഭവിനെ സംബന്ധിച്ച് അതെ ആ ഒരു തരത്തിലുള്ള ഇതുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും T20 ക്രിക്കറ്റിനെ സംബന്ധിച്ച് വൈഭവ് ഒരു വിസ്മയം തന്നെയാണ്. നമ്മള് ഒരുപാട് മത്സരങ്ങളിൽ വൈഭവിന്റെ വെടിക്കെട്ട് ഇനിയും നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നോക്ക്, ഒരു 50 ഓവർ മത്സരത്തിലാണ് വൈഭവ് ഈ പറയുന്ന പോലെ
ഇത്രയും 36 ബോളിലൊക്കെ സെഞ്ചുറി അടിച്ചിട്ടുള്ളത്. 54 ബോളിൽ വൈഭവ് 150 കടന്നു. നേരത്തെ AB de Villiers 2015 വേൾഡ് കപ്പിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ 64 പന്തിൽ 150 അടിച്ചിട്ടുണ്ട്. 50 അല്ല 150 അടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് റെക്കോർഡുകളും ഒക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ് വൈഭവ് സൂര്യവംശി. എനിക്ക് ഈ പ്രായത്തിൽ നോക്ക് T20 സെഞ്ചുറി എല്ലാ കാര്യത്തിലും കളിക്കാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം സെഞ്ചുറി അടിച്ച് റെക്കോർഡാക്കിയിട്ടുണ്ട്. എത്ര സെഞ്ചുറിയാണ് ഒന്ന് നമ്മൾ നോക്കിയാൽ മതി. 1 സെഞ്ചുറി അല്ല, ഈ 15 വയസ്സിനുള്ളിൽ എത്രയോ സെഞ്ചുറികളാണ് നമ്മളിപ്പോ ഈ മാസങ്ങൾക്ക് ഉള്ളിൽ തന്നെ നമ്മൾ കണ്ടത്. അതെ, റേസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പ് ടൂർണമെന്റിനകത്ത് ഇന്ത്യ A ടീമിന് വേണ്ടിയിട്ട് സെഞ്ചുറി അടിച്ച്, ജിതേഷ് നയിച്ച ടീമിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് തരത്തില് വൈഭവിന്റെ ക്രിക്കറ്റ് ഗെയിം ഭാവിയിൽ ഒരുപാട് കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ നല്ല ഗെയിം അവിടെ കാണാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള ഈ പറയുന്ന ടെക്നിക്കലി ഒക്കെ മറ്റുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പരിഹരിക്കപ്പെടും. ഇനിയിപ്പോ അത് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു വെടിക്കെട്ട് കാണാൻ പറ്റിയ മതി എന്നായിരിക്കും ഒരു ശരാശരി ക്രിക്കറ്റ് ആരാധകൻ ആഗ്രഹിക്കുന്നത്. അതേസമയം ഇന്ത്യനെ പോലെ അണ്ടർ 19 ഏഷ്യ കപ്പ് ഫൈനലിലെ തോൽവി BCCI വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നിർണായകമായിട്ടുള്ള മത്സരങ്ങളിൽ നമുക്ക് വൈഭവിന്റെ ഒരു കരുത്ത് കാണാൻ കഴിയണം. അതെ, ആ ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ ചർച്ച തന്നെ നമ്മൾ ചെയ്യുന്നത്. എന്തായാലും ഭാവിയിൽ വൈഭവിന്റെ നല്ല ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരുപാട് വിജയങ്ങൾ കൊണ്ടുവരാനും കാഴ്ചവെക്കാനൊക്കെ വൈഭവിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.